പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് നയിച്ച മതഭീകരവാദത്തിനെതിരെ മതേതര മനസ്സുകൾ ഒന്നിക്കണമെന്ന ആഹ്വാനവുമായി കത്തോലിക്കാ കോൺഗ്രസ്. വിഷയത്തിൽ താമരശ്ശേരി രൂപത കത്തോലിക്കാ കോൺഗ്രസ് കമ്മിറ്റി പ്രമേയം പാസാക്കി. യുദ്ധം ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നും യുദ്ധത്തിലേക്ക് നയിച്ച മതഭീകരവാദം അപലപനീയമാണെന്നും കത്തോലിക്കാ കോൺഗ്രസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഭീകരവാദികൾ തങ്ങളുടെ ദൈവത്തിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ടാണ് ഇസ്രായേലിലെ കുട്ടികളും വയോജനങ്ങൾ ഉൾപ്പെടെയുള്ള നിരപരാധികളായ സാധാരണക്കാരുടെയും കഴുത്ത് അറക്കുന്നത്. അതിനാൽ ഇവർ ഐക്യദാർഢ്യം അർഹിക്കുന്നില്ല. കേരളത്തിലെ ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ അടക്കമുള്ളവർ പലസ്തീന്റെ പേര് പറഞ്ഞ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങളെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കിയത് തികച്ചും ദുരുദ്ദേശപരമാണെന്ന് സമിതി ആരോപിച്ചു. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിലെങ്കിൽ എങ്ങനെയാണ് നിരപരാധികളുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിനു ശേഷം തക്ബീർ വിളികൾ ഉയരുന്നത്? ഈ ഭീകരവാദികൾ പലസ്തീൻ കി ജയ് എന്ന മുദ്രാവാക്യമല്ല വിളിക്കുന്നത്, മറിച്ച് തങ്ങളുടെ ദൈവത്തിന്റെ പേരിലാണ് ഈ പൈശാചികമായ അതിക്രമങ്ങൾ നടത്തിയ ശേഷം അവർ ആഘോഷിക്കുന്നത് എന്നത് ഇവിടുത്തെ ഐക്യദാർഢ്യ സേനകൾ തിരിച്ചറിയേണ്ടതാണെന്നും പരാമർശിച്ചു. ഈ മൃഗീയതയെ അപലപിക്കുവാൻ ഇത്തരം ഭീകരവാദികൾ വിശ്വസിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്ന മതത്തിന്റെ നേതാക്കളും ഈ ക്രൂരതയ്ക്ക് ഓശാന പാടുന്ന രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഇതിന്റെ പിന്നിലെ സത്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു വരണമെന്ന് സമിതി ആവശ്യപ്പെട്ടു. യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഇരുപക്ഷത്തുമുള്ള നിരപരാധികളായ ജനങ്ങൾക്ക് വേണ്ടിയും ഭീകരാക്രമണത്തിന്റെയും യുദ്ധത്തിന്റെയും ഫലമായി വധിക്കപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയും സമാധാനം പുനഃസ്ഥാപിക്കുവാനുമായി ദിവ്യകാരുണ്യ ആരാധനയോടെയാണ് യോഗം ആരംഭിച്ചത്. രൂപത പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. രൂപത ഡയറക്ടർ ഫാദർ സബിൻ തൂമുളിൽ യോഗം ഉദ്ഘാടനം ചെയ്തു.